കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട നിർമ്മാണം സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും നിർമ്മാണ വേളയിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ അറിയിച്ചു. ഉമാ തോമസിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ബദൽ റോഡുകളുടെ നവീകരണത്തിനായി 7.5 കോടി രൂപ അനുവദിക്കണമെന്ന KMRLന്റെ അപേക്ഷ സർക്കാരിന്റെ പരിഗണനയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വിവിധ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലായ്മ ഉള്ളതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ജല അതോറിറ്റി, KECB, ട്രാഫിക് പോലീസ്, BSNL, PWD തുടങ്ങിയ വിവിധ വകുപ്പുകളുമായി ജില്ലാ കളക്ടറുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ കൂടിയാലോചനകൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടിയെടുത്തതായി മുഖ്യമന്ത്രി മറുപടി നൽകി. ഉമാ തോമസിന്റെ പരാതികൾ. പാലാരിവട്ടം മുതൽ കാക്കനാട് വരെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക്. വിവിധ വകുപ്പുകളുമായുള്ള ഏകോപനത്തിൽ ഗുരുതരമായ പിഴവുകൾ. വാട്ടർ മെട്രോ ജെട്ടികളായ ചളിക്കവട്ടം, ആറാട്ടുകടവ്, തുതിയൂർ എന്നിവിടങ്ങളിൽ ബോട്ട് നിർത്തുന്നില്ല. കൊച്ചി മെട്രോയുടെ ചുമതലയുള്ള വൈറ്റില ബണ്ട് പാലം നിർമ്മാണം മന്ദഗതിയിൽ. മുഖ്യമന്ത്രിയുടെ മറുപടികൾ. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെയുള്ള കൊച്ചി മെട്രോ രണ്ടാം ഘട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കരയിൽ ഗതാഗതക്കുരുക്ക് ലഘൂകരിക്കുന്നതിന് മെട്രോ നിർമ്മാണ കോറിഡോറിലും പ്രധാന ജംഗ്ഷനുകളിലും കൂടുതൽ ട്രാഫിക് വാർഡർമാരെ വിന്യസിച്ചുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സെന്റ് മാർട്ടിൻ ചർച്ച് ജംഗ്ഷൻ, കുന്നുംപുറം ജംഗ്ഷൻ, പടമുകൾ ജംഗ്ഷൻ, ഈച്ചമുക്ക് ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ ബാരിക്കേഡുകൾ പരമാവധി അകത്തേക്ക് മാറ്റി റോഡിന്റെ വീതി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. റോഡിലെ അപാകതകൾ പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. പാലാരിവട്ടം മുതൽ കാക്കനാട് വരെയുള്ള ഭാഗത്തെ 3 സെക്ടറുകളായി തിരിച്ച് ട്രാഫിക് പോലീസിന്റെ ബൈക്ക് പെട്രോളിംഗും മൊബൈൽ പെട്രോളിംഗും ശക്തമാക്കിയിട്ടുണ്ട്. പ്രധാന ജംഗ്ഷനുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിസരങ്ങളിലും കൂടുതൽ പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ട പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗമാർന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നും 2027 ജൂണോടെ പാതയുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും തുടർന്ന് കമ്മീഷനിംഗ് നടപടികൾ പൂർത്തിയാക്കി 2027 ഓഗസ്റ്റോടെ സർവീസ് ആരംഭിക്കുകയുമാണ് ലക്ഷ്യമെന്നും KMRL അറിയിച്ചിരുന്നു. പ്രതിദിനം 25 മുതൽ 30 മീറ്റർ വരെ പാത നിർമ്മാണം പൂർത്തിയാക്കുന്നുണ്ടെന്നും KMRL അറിയിച്ചു. മഴക്കാലം കഴിഞ്ഞ് കാലാവസ്ഥ അനുകൂലമാകുന്നതോടെ ഇത് 55 മീറ്ററായി വർദ്ധിപ്പിച്ച് നിർമ്മാണ വേഗം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നുണ്ട്. കുറഞ്ഞ കാലയളവിനുള്ളിൽ രണ്ടാം ഘട്ട പദ്ധതിയുടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പുരോഗതി കൈവരിക്കാനായിട്ടുണ്ട്. സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട പൈൽ ക്യാപ്പ് നിർമ്മാണം ഉൾപ്പെടെയുള്ള എല്ലാ ഫൗണ്ടേഷൻ ജോലികളും പൂർത്തിയായി. പാതയ്ക്കായുള്ള പൈലിംഗ് ജോലികളുടെ ഏകദേശം 85% പൂർത്തീകരിച്ചു. കൂടാതെ യു ഗഡറുകളും ഐ ഗഡറുകളും ഉൾപ്പെടുന്ന ഏകദേശം 3.5 കിലോമീറ്റർ സൂപ്പർ സ്ട്രക്ചറൽ സ്ഥാപിച്ച് ട്രാക്ക് തയ്യാറാക്കുന്നതിന് സജ്ജമാക്കിയിട്ടുണ്ട്. പാതയുടെ അലൈൻമെന്റിൽ നിരവധി നിർണായക യൂട്ടിലിറ്റികൾ സ്ഥിതി ചെയ്യുന്നതിനാൽ വിവിധ ഏജൻസികളുമായി വിശദമായ ഏകോപനവും പ്രത്യേക എഞ്ചിനീയറിംഗ് പരിഹാരങ്ങളും ആവശ്യമായി വന്നു. പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായ വിദേശ ധനസഹായത്തിന് അനുമതികൾ ലഭിക്കാൻ ഏകദേശം 1.5 വർഷത്തോളം വൈകിയത് പ്രവർത്തനത്തെ ബാധിച്ചിരുന്നു. എന്നിരുന്നാലും അനുമതികൾ ലഭിക്കുന്നതുവരെ പദ്ധതി തയ്യാറെടുപ്പുകൾ, ഡിസൈൻ പ്രവർത്തനങ്ങൾ, ഏകോപന നടപടികൾ എന്നിവ KMRL തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. പൈപ്പ് ലൈൻ ജംഗ്ഷൻ മുതൽ പടമുകൾ വരെയുള്ള സിവിൽ ലൈൻ ഭാഗത്ത് ഇന്ത്യൻ ഓയിൽ, അദാനി ഗ്യാസ് പൈപ്പ് ലൈനിന്റെ സാന്നിധ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. ബന്ധപ്പെട്ട ഏജൻസി 2026 ജൂൺ 1 പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചതിനു ശേഷമാണ് ഈ ഭാഗത്ത് പൈലിംഗ് തൂൺ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചത്. യൂട്ടിലിറ്റി പരിശോധനകൾക്കിടെ കേരള വാട്ടർ അതോറിറ്റിയുടെ നിരവധി പൈപ്പുകൾ ഫൗണ്ടേഷൻ ഭാഗങ്ങളുമായി ബന്ധപ്പെടുന്നതായി കണ്ടെത്തിയിരുന്നു. ഇതുമൂലം ഡിസൈൻ പരിഷ്കാരങ്ങളും വിപുലമായ ഏകോപന നടപടികളും ആവശ്യമായി വന്നു. നിലവിൽ ഈ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്. JLN സ്റ്റേഡിയം മുതൽ പാലാരിവട്ടം വരെയുള്ള ഭാഗത്ത് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. നിർമ്മാണത്തിനാവശ്യമായ ഭൂമി 2024 ഡിസംബറിലാണ് KMRLന് കൈമാറിയത്. അവസാന ഭാഗം ലഭിച്ചതാകട്ടെ മാർച്ച് 2026. ചില സ്ഥലങ്ങളിൽ കോടതി കേസുകൾ തുടരുകയും ചെയ്തു. കൂടാതെ വിവിധ വലുപ്പത്തിലുള്ള കേരള വാട്ടർ അതോറിറ്റി പൈപ്പുകളും 220 kV, 11 kV വൈദ്യുതി ലൈനുകൾ ഉൾപ്പെടെയുള്ള KECB സംവിധാനങ്ങളും മാറ്റിസ്ഥാപിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നതിനാൽ പ്രത്യേക നടപടികൾ സ്വീകരിക്കേണ്ടി വന്നു. ഈ ഭാഗത്തെ പൈലിംഗ് ജോലികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.